വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഇയ്യോബിന്റെ സഹിഷ്ണുതയെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. അതിനാധാരമായി ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ടു പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരിക്കളാൽ ബാധിച്ചു. അവനൊരു ഓട്ടിൻ കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഊസ് ദേശമെന്ന് പഴയ കാലത്ത് പറയുന്നത് ഇപ്പോൾ നാം അറിയപ്പെടുന്ന മസ്കറ്റിനെ കുറിച്ചാകുന്നു. ഇപ്പോഴും ഇയ്യോബിൻ്റെ കല്ലറ മസ്കറ്റിൽ പോയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ഇയ്യോബിന് അനവധി സമ്പത്തുകൾ ഉണ്ടായിരുന്നു. അനവധി മൃഗസമ്പത്തുകൾ ഇയ്യോബിനുണ്ടായിരുന്നു. ഇയ്യോബിന് 7000 ആടും 3000 ഒട്ടകവും 1000 കാളയും 500 പെൺകഴുതയും 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇയ്യോബ് സന്തോഷത്തോടെ സമൃദ്ധിയോടെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം സാത്താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. സാത്താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു എന്ന് ദൈവത്തോട് പറഞ്ഞു, നീ ഇയ്യോബിനെ സകലത്തിലും അനുഗ്രഹിച്ച് അനവധി മൃഗസമ്പത്തുകളും എല്ലാം കൊടുത്ത് അവനെ വേലി കെട്ടി നീ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇയ്യോബിന് ഇത്രയും ഭക്തി ദൈവത്തോടുള്ളത്. അതുകൊണ്ട് അവനെ നീ ഒന്ന് തൊടുക, അപ്പോൾ അവൻ നിന്നെ ത്യജിച്ച് കളഞ്ഞ് എല്ലാം ദൈവത്തെ തള്ളിപ്പറഞ്ഞ് കളയും എന്ന് പറഞ്ഞു. ദൈവം സാത്താനോട് ചോദിച്ചു, നീ എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നീതിമാനും നേരുള്ളവനും ദോഷം വിട്ട് അകലുന്നവനുമായി ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം സാത്താനോട് പറഞ്ഞു, നീ അവൻ്റെ പ്രാണനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ സാത്താൻ അവിടുന്ന് വിട്ട് പുറപ്പെട്ടു വന്നപ്പോൾ തന്നെ ഇയ്യോബിൻ്റെ സർവ്വ വസ്തുവകകളും സർവ്വ ആടുമാടുകളും എല്ലാം നശിക്കുവാനിടയായി തീർന്നു. ഇയ്യോബിൻ്റെ മൃഗസമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി. ഇയ്യോബിൻ്റെ 10 മക്കളും മരണപ്പെടുവാനിടയായി തീർന്നു. ഇയ്യോബിൻ്റെ 10 മക്കളും മരിച്ചപ്പോഴും ദാസന്മാർ ചെന്ന് ഇയ്യോബിനോട് പറഞ്ഞപ്പോൾ ഇയ്യോബ് അവരോട് പറഞ്ഞു, ഞാൻ നഗ്നനായി എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്നു, ഞാൻ നഗ്നനായി തന്നെ മടങ്ങിപ്പോകുമെന്ന്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ഇയ്യോബ് പറയുവാനിടയായി തീർന്നു. അപ്പോഴും ഇയ്യോബ് തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ഇയ്യോബിൻ്റെ സഹിഷ്ണുതയാണ് നാം ഇവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. അപ്പോഴും ഇത്രയും കഷ്ടങ്ങൾ വന്നിട്ടും ഇത്രയും പ്രതികൂലങ്ങൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്നിട്ടും ഇയ്യോബ് ദോഷമായി ദൈവത്തിന് വിരോധമായി ഒരു വാക്കുപോലും പറയുവാനിടയായില്ല. അതിനുശേഷം വീണ്ടും സാത്താൻ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് യഹോവയോട് പറഞ്ഞു, നീ അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊട്ടു നോക്കുക, അവൻ ഇപ്പോൾ തന്നെ അവൻ്റെ ഭക്തി വിട്ട് നിന്നെ ത്യജിച്ച് പറയുന്നത് കാണുവാൻ സാധിക്കുമെന്ന്. സാത്താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മടങ്ങി വന്ന അപ്പോൾ തന്നെ ഇയ്യോബിൻ്റെ ശരീരത്ത് നിറുക മുതൽ ഉള്ളംകാൽ വരെ പരിക്കളാൽ ബാധിക്കുവാനിടയായി തീർന്നു. ഇയ്യോബ് ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. ചാരം നമുക്കറിയാം, വ്രണമൊക്കെ സുഖപ്പെടുന്നതിന് വേണ്ടി ചാരം പ്രയോജനപ്പെടുമെന്ന് അറിഞ്ഞിട്ടാവണം ഇയ്യോബ് ആ ചാരത്തിലിരുന്നു കൊണ്ട് ഒരു ഓട്ടിൻ കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ടിരുന്നു. അപ്പോഴും ഇയ്യോബ് തൻ്റെ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനോട് പറഞ്ഞു, നീ ഇപ്പോഴും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? നീ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അപ്പോൾ ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നുവോ? ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചാൽ തിന്മയും കൂടെ പ്രാപിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അപ്പോഴും ഇയ്യോബ് തൻ്റെ ദൈവത്തിന് വിരോധമായി ഒരു വാക്കുപോലും പറയുവാനിടയായി തീർന്നില്ല. ഇയ്യോബിനറിയാം, താൻ വിശ്വസിക്കുന്ന ദൈവം, എന്നെ ഇത്രത്തോളം സമ്പത്ത് തന്ന് ദേശത്ത് മാന്യനാക്കി നിർത്തിയ ദൈവം എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോയാലും ഇരട്ടിയായി എനിക്ക് പകരം തരുവാൻ വിശ്വസ്തനായ ദൈവമാണ്, കഴിവുള്ള ദൈവമാണ്. ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നതെന്ന് ഇയ്യോബിന് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് നാവ് കൊണ്ട് ഒന്നും പറയുവാൻ ഇയ്യോബിന് സാധിച്ചില്ല. ആ ഇയ്യോബിൻ്റെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ, ഇയ്യോബിൻ്റെ അടിയുറച്ച ഭക്തി നമ്മുടെ ജീവിതത്തിൽ നാമും കാത്തു പരിപാലിക്കേണ്ടത് ആവശ്യമാകുന്നു.
അവസാനമായി ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാരെല്ലാം ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വന്നു. ദേശക്കാർ, ചാർച്ചക്കാരെല്ലാം ആശ്വസിപ്പിക്കാൻ വന്നിട്ടും ഇയ്യോബിന് ഒന്നിനാലും ആശ്വാസം കണ്ടെത്തുവാൻ സാധിച്ചില്ല. അവസാനം ഇയ്യോബ് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോട് ദൈവം കോപിച്ചപ്പോൾ ദൈവം തന്നെ തൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, നീ ഇയ്യോബിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, നിങ്ങൾ ഇയ്യോബിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, ഇയ്യോബിൻ്റെ മുഖം ആദരിച്ച് ഞാൻ നിങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ഇയ്യോബിനോട് ചെന്ന് പറഞ്ഞു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ട് തൻ്റെ സ്നേഹിതന്മാരെ വിടുവിക്കുവാൻ ഇടയായി തീർന്നു. ഇയ്യോബിൻ്റെ പ്രാർത്ഥന കേട്ട് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാനും ദൈവം ഇടയാക്കി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും അടിക്കടിയായി നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ നഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നാം യഥാർത്ഥമായി നമ്മുടെ ഭക്തി മുറുകെ പിടിക്കുന്നവരാണോ? നാം പലപ്പോഴും ദൈവത്തെ തള്ളി പറയുന്നവരായി തീർന്നിട്ടില്ലേ? പലപ്പോഴും നാം പിറുപിറുക്കുന്നവരായി തീർന്നിട്ടില്ലേ? എന്തിന് ഞാൻ ആരാധിക്കണം, എന്തിന് ആരാധനയ്ക്ക് കടന്നു പോകണം, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും മാത്രം, നഷ്ടങ്ങൾ മാത്രം ജീവിതത്തിൽ കടന്നു വരുന്ന പലപ്പോഴും നാം ദൈവത്തെ തള്ളിപ്പറയുന്നവരും പിറുപിറുക്കുന്നവരുമായി തീർന്നിട്ടില്ലേ? എന്നാൽ നമുക്ക് ഈ ഇയ്യോബിൻ്റെ സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ നാം പരിപാലിക്കേണ്ടതായിരിക്കുന്നു. ഇയ്യോബിൻ്റെ സഹിഷ്ണുതയെ നമ്മൾ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇയ്യോബ് സഹിഷ്ണുതയോടെ നിന്നതുകൊണ്ട് ഇയ്യോബിന് പിന്നത്തേതിൽ എല്ലാം ഇരട്ടിയായി പകരം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ആടുമാടുകളും മൃഗസമ്പത്തും എല്ലാം ഉണ്ടായിരുന്നതിൽ നിന്ന് ഇരട്ടിയായി ദൈവം ഇയ്യോബിന് നൽകി കൊടുത്തു. എന്നാൽ മക്കൾ 10 പേരുണ്ടായിരുന്നു. ആ 10 മക്കളെ ദൈവം നൽകി കൊടുത്തു. ഇയ്യോബിൻ്റെ മുൻകാലത്തേക്കാൾ ഇയ്യോബിൻ്റെ പിൽക്കാലം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർന്നു. ഒരുപക്ഷെ ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് സാത്താൻ ഓർത്ത് ഇയ്യോബ് തള്ളിപ്പറഞ്ഞ് ഇത്രയും വ്രണത്താൽ ബാധിതനായി തീരുമ്പോൾ, അസ്ഥിയും മാംസവും പുഴുക്കൾ ദേഹത്ത് ശരീരത്തെ വ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവത്തെ ത്യജിച്ച് പറയുമെന്നാണ് ഓർത്തത്. എന്നാൽ സാത്താൻ്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോകുവാൻ ഇയ്യോബിനിടയായില്ല. സാത്താൻ പരീക്ഷിക്കുമ്പോൾ, പലപ്പോഴും ശത്രു നമ്മെ പരീക്ഷിക്കുമ്പോൾ നാം അതിന് അടിപ്പെട്ടു പോകുന്നവരായി തീർന്നിട്ടുണ്ട്. എന്നാൽ സാത്താൻ്റെ പരീക്ഷണത്തെ നാം ജയിച്ച് ദൈവത്തോട് നാം പറ്റി ജീവിച്ചാൽ, ഇയ്യോബിൻ്റെ സഹിഷ്ണുത പോലെ നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മൾ സഹിഷ്ണുതയോടെ ജീവിച്ചാൽ, നാം ദൈവത്തെ തള്ളിപ്പറയാതിരുന്നാൽ, ദൈവം നമുക്ക് നമ്മുടെ മുൻകാലത്തേക്കാൾ നമ്മുടെ പിൽക്കാലം അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ നഷ്ടപ്പെട്ടു പോയതിനെ എല്ലാം ഇരട്ടിയാക്കി തരുവാൻ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സർവ്വസമ്പത്തും, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എല്ലാം ഒന്നൊന്നായി മടക്കി തരുവാൻ, ഇരട്ടിയായി മടക്കി തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.